Guys, we are Malayalis from Kerala. Good evening. എവിടെ മലയാളികൾ എവിടെ ഇല്ല കേൾക്കുന്നില്ല. Guys, we are Malayalis from Kerala. Okay. ഞങ്ങളുടെ ശബ്ദം എങ്ങനെയാണല്ലേ ഒന്ന് കേൾക്കട്ടെ. Thank you so much. തലവൻ കണ്ടോ? കുറേ പേര് കണ്ടു, കുറേ പേര് കാണാനുണ്ട് അല്ലേ? നല്ല സിനിമയാണ്, ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇത് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ട് ഒരു ആക്ടർ കംപ്ലീറ്റ് ധൈര്യം ഇവരുടെ കയ്യടിയാണ് അല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായ് വരെ വന്നത്, അല്ലാതെ സത്യമായിട്ട് ഷോപ്പ് ചെയ്യാനാണ്. ഈ ഒരു ഇവന്റ് ഇവിടെ എല്ലാം കൂടി സെറ്റപ്പ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടേക്കൺ ആൻ എഫേർട്ട് ആൻഡ് അതുകൊണ്ട് തന്നെ ബിഫോർ ദ ക്രൂ ഇസ് ജോയിനിങ് us let me invite the title sponsor Cuties International അതിന്റെ മാനേജർ Mr. Daniel J on stage please. Mr. Daniel, can we have you on stage? Mr. Daniel, thank you so much for being the title sponsor. E crowd as if almost എല്ലാവരും ഇളക്കി മറിച്ചിട്ടുണ്ട്. What would you like to say? On behalf of Cuties International and Shakir Mecheri, our chairman, managing director, I take this privilege and honor receiving and bringing me to the stage. About Cuties International, a few words. Cuties International is a cosmetic clinic, especially for in an affordable price. We have a specialized treatment hair for hair transplantation, skin and skin related cosmetics. എല്ലാവരും ക്യൂട്ടീസിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. Okay, and our special thanks for Asis sir as well as the entire film crew and the organization. Thank you so much. UAE ഇനി ആർക്കും ഭംഗിയില്ല എന്ന് പറയുന്നത് ക്യൂട്ടീസ് ആയുള്ള ഒരു പ്ലേസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു മൂവി ഇവിടെ എടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു ഷോ ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഷീ കമ്പനി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഞാൻ സ്റ്റേജിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ. ഫ്രം ഫാസ്റ്റ് ഫിലിം ലെറ്റ്സ് ഹാവ് മിസ്റ്റർ പ്രദീപ്. ഫ്രം ഷീ കമ്പനി ഷീബ. മൂവി വേൾഡ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഇൻഷാദ്. Can we have you all on stage please? Yes, നമ്മൾ ഇപ്പോൾ തന്നെ ആസിഫിനെ വിളിക്കാൻ പോവാണ്. നിങ്ങൾ അവിടെ നിന്ന് കാണൂല കേട്ടോ, ഈ സൈഡിലോട്ട് വന്നോ. Thank you so much. Thank you very much guys for putting this together. Now going into the crew of the main movie Thalavan. ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ സംവിധായകനെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. Let's hear it for ladies and gentlemen. Please put your hands together for the Kerala Mission Just Joy. Woohoo! Fantastic work. അടിപൊളി പടമാണ്. കണ്ടിരുന്നതായി ചേട്ടനോട് മായക്കൊരു രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്. അതായത് മായ എന്നോട് പറഞ്ഞു ഞാനത് ചോദിക്കാൻ പോവാണ്. നമ്മള് ജിസേന്റെ സിനിമകൾ ആദ്യം തൊട്ട് വെരി ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ചെയ്തു. Why were you so late to make such a killer thriller movie? എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? Good evening. ഒരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യണമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? പഠിക്കാൻ വേണ്ടി എടുത്ത സമയമാണ്. അടിപൊളിയായിരുന്നു. സിനിമയിലെ എല്ലാ ആസ്പെക്ട്സും ഞാനിവിടെ പലതും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. പക്ഷേ സിനിമ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൈയടിച്ചിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. അടുത്ത സിനിമയുടെ ഇനി അടുത്തൊരു ജോണർ എന്തായിരിക്കും? ആണോ? അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നത് അർത്ഥം അല്ലേ? Very good. Okay. So now the producer of this movie
she has done is of very, very vital importance. And today we have Anushri. Welcome, Anushri. ഇനി അടുത്ത നമ്മുടെ മെയിൻ ആളെ വിളിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തീർന്നോ? നമ്മുടെ Okay. നിലവിലെ cast തീർന്നോ? തീർന്നോ? ഇനി വിളിച്ച് തീർന്നില്ലല്ലോ. ആരെയാണ് അടുത്തത് വിളിക്കേണ്ടത്? So, let's hear it. Come on. Asif, Asif, വലിയൊരു കൈയടിയോടെ our favorite Asif Ali, ladies and gentlemen. Okay. Thank you, Asif, for coming. And now there's one more actor from Dubai. നമ്മുടെ ദുബായിൽ നിന്നുമുള്ള ഒരു കുട്ടി ആക്ട്രസ് ആണ്. I want to welcome Aditi right here onto the ഈ stage. സിനിമയില് ബിർഷേട്ടന്റെയും മിയയുടെയും മകളായിട്ടാണ് അതിഥി അഭിനയിച്ചിരിക്കുന്നത്. വെൽക്കം അതിഥി. Okay. അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് തുടങ്ങാം. നമുക്ക് ഇതിനകത്ത് എന്തായാലും മിയയെയും അതുപോലെ തന്നെ അനുശ്രീയെയും ആദ്യം തന്നെ വിളിക്കുന്നു. വരും മിയ. സോ again this movie as everybody is celebrating for the right reason. ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷാർജക്കാരോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ. അത് നമ്മളുടെ ഈ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ എന്ന് പറയാം. നിങ്ങളുടെ ഒപ്പം ഈ ഒരു ടൈം ആ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ ദുബായിൽ നാട്ടിൽ നിന്ന് പടം ഇറങ്ങി കുറേ നല്ല നല്ല റെസ്പോൺസുകളൊക്കെ കേട്ടതിന് ശേഷം ഒരു സന്തോഷ മനസ്സായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കണ്ട ആളുകളൊക്കെ ആണെങ്കിലും പടം കണ്ടവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. ചിലരൊക്കെ എന്താണ് ഞങ്ങൾ നല്ല അഭിപ്രായം കേട്ടു, ഞങ്ങൾ അടുത്ത ദിവസം പോകാനിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല നല്ല റെസ്പോൺസുകളാണ് കേൾക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം. ഈ കൂട്ടത്തിൽ നമ്മുടെ സിനിമ തലവൻ കാണാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കാണണം. അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. അനു, വെൽക്കം അഗൈൻ. അനുവിന്റെ ഒരുപാട് മികച്ച ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ക്രീനിൽ. ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മികച്ച രീതിയിൽ സോ അനുവിന്റെ ഈ ഒരു ഇവിടെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. ഞാൻ പറയായിരുന്നു എന്നോട് ഷാർജയിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കരിയർ ഞാൻ തുടങ്ങുന്നത് ദുബായിലാണ്. എൻ്റെ സിനിമയിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് ഷാർജ എയർപോർട്ടിലാണ്. അപ്പോൾ ദുബായ് വഴി സിനിമാ ജീവിതം തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പം വീണ്ടും ഇത്രയും വർഷം കഴിയുമ്പോൾ എൻ്റെ പുതിയ സിനിമയുടെ വിശേഷം പറയാൻ ദുബായിലേക്ക് വരുന്നു, ഷാർജയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ് എനിക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. അപ്പോൾ എല്ലാവരും മൂവി കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണുക. കാണാത്തവരുള്ളതുകൊണ്ട് അധികം ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടൊന്നും അപ്പോൾ എന്തായാലും മൂവി എല്ലാവരും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയായിരിക്കും. എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി 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 സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ നസീർക്ക് എന്ന് വിളിച്ചാലോ? ഉറപ്പായിട്ടും നസീർക്ക് എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വരുന്നതിന് വളരെ വളരെ മുന്നേ 90s തൊട്ട് തന്നെ ദുബായ്, ഷാർജ, UAE-യിലുള്ള പല പല വേദികളിൽ നിങ്ങളെ എല്ലാവരും എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അല്ലേ? അപ്പൊ അന്ന് യുഎയും ഇന്ന് യുഎയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞേ. ഞാൻ 95-ലാണ് ആദ്യമായിട്ട് ദുബൈ വരുന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് എത്രയായി? 29 കൊല്ലമായി ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനത് വരുമ്പോൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു, നമ്മളിപ്പോൾ സ്ഥിരം വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ വളർച്ച എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അന്ന് വന്നിട്ട് ഇപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വളർച്ചയാണ് ദുബൈ. ഇതൊരു ഭയങ്കര എന്താ പറയുന്നത്, അത്ഭുതമാണ് എനിക്ക് എല്ലായ്പ്പോഴും. ചേട്ടൻ ഒരുപാട് സ്റ്റേജസിൽ പല പല നടന്മാരെ, രാഷ്ട്രീയക്കാരെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ലൈക്ക് മിമിക്രി കാണിച്ചിട്ടുണ്ട്, എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ പക്ഷേ ഒരു കുക്കറി ഷോ ഉണ്ടായിരുന്നു, പല പല ആൾക്കാരെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു കുക്കറി ഷോ ഉണ്ട്. അതായത് എനിക്ക് ഇപ്പോഴും മനസ്സിലുള്ളത്. ഇപ്പോഴും മനസ്സിലുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. മറക്കാൻ സമ്മതിക്കില്ല. നമുക്ക് വേണ്ടി ഒരു ചെറിയ പെർഫോമൻസ് ഇവിടെ ഒന്ന് കാഴ്ചവെക്കാൻ പറ്റുമോ? വേണ്ടേ?
സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പണ്ട് വെള്ളമെന്ന മ്യൂസിക് കളിക്കുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര പേടിയായി തോന്നിയിട്ടുണ്ട്. കാരണം അത് വേറെ ഒന്നുകൊണ്ടല്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മിമിക്രിക്ക് സംഭവിച്ചു. മിടുക്കന്മാരായിട്ടുള്ള കലാകാരന്മാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊരു താരതമ്യം വല്ലാണ്ട് ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. അതുകൊണ്ടാണ് ചെയ്യാൻ പേടി. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യും. കാരണം ഇത് ഞാൻ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സിനിമയുടെ വലിയ വിജയത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്. അപ്പോൾ ആ ആഘോഷത്തിൽ നമ്മൾ ഒരിക്കലും മാറ്റി കുറയാൻ പാടില്ല, അല്ലേ? എന്താ കേൾക്കട്ടെ? ഞാൻ സ്ഥിരം ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയായിരിക്കട്ടെ. ഏതെങ്കിലും ഒന്നോ രണ്ടോ ശബ്ദം കേൾപ്പിക്കാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണ് നീ നല്ലൊരു കഴിയണേ. താങ്ക് യു. ആരെയാ? ഈ സിനിമയിൽ അഭിനയിച്ച ഒരാൾ നിങ്ങളോട് എല്ലാവരോടും സ്പെഷ്യലായിട്ട് അന്വേഷണം പറയണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ജാഫർ ഇടുക്കിയാണ്. ജാഫർ ഇടുക്കി പറഞ്ഞ മെസ്സേജ് നിങ്ങളോട് നസീർക്ക പറയുന്നതായിരിക്കും. ഞാൻ എനിക്ക് അനുശ്രീയുമായിട്ടുള്ള ഒരു ഡയലോഗ് ഉള്ളൊരു പറയാം. എനിക്ക് അതെനിക്ക് കുറച്ച് എളുപ്പം. അതെ, അപ്പം അവിടെ മഹേഷിന്റെ പ്രതിയാണ്. സോറി, അനുശ്രീയോട് പറയുന്ന ഡയലോഗ്. ചാച്ചന് മോളൊരു കാര്യം പറഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ കുരിയച്ചനൊരു ആരോഗ്യം കൊണ്ടുണ്ടായിരുന്നേ. ചെറുതിന് അവരെന്ന് വണ്ടി വിചാരിച്ചാട്ടോ ചെറുതിന് കാനഡ ജോലിക്കാരന് ഓളിങ്ങനെ ഈ കുമ്പളപ്പുറം കൊണ്ട് നടന്നാലോ എന്നാലും ചാച്ചൻ പറഞ്ഞു നാട്ടിലേക്ക്. ഇത് ഈ അനുശ്രീ നിൽക്കുമ്പോഴേ പറയാൻ പറ്റും. ഇനി ഏതെങ്കിലും കേൾക്കണോ? വേണോ? ഓ, ഭയങ്കര ഉത്സാഹം. ഇനി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് നിങ്ങളുടെ ജനാർദ്ദനൻ ചേട്ടൻ. അതൊക്കെ ഇവര് കേട്ട് 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 അല്ലേ പറയാല്ലേ? ഗോഡ് ഫാദറിന്റെ ഡയലോഗ് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതാണ്. പരതീരം തെളിച്ച് പിണ്ടവും വെച്ചു ഉമ്മരം വൃത്തികേടാക്കിയപ്പോ അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. ചേർത്ത പെരുവിലോട്ട് ഈ ആടപ്പിണ്ടൊക്കെ എടുത്ത് വേറെ കളഞ്ഞോണം, ഇല്ലെങ്കിൽ തിന്ന് കളയും. എടാ പ്രേമ, എന്താണ്? ഒറ്റ റിക്വസ്റ്റ് കൂടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒറ്റ റിക്വസ്റ്റ് കൂടെ. ലാലു അലക്സ്, ഞാൻ വേറൊരു സാധനം ചെയ്യട്ടെ? വേറൊരു സാധനം ചെയ്യട്ടെ? ഒരു പാചകപംക്തിയാണ്. ഈ പാചകപംക്തി ചെയ്യുന്നത് SNDPയുടെ സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി, അദ്ദേഹത്തിൻ്റെ വോയിസിലാണ്. അദ്ദേഹമാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കല്ലേ, കേക്ക് ഉണ്ടാക്കുന്ന ഈ എക്യുപ്മെന്റ്സ് ഒന്നും മേടിക്കാൻ കിട്ടില്ലായിരുന്നു. എല്ലാവരും ഫുഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എന്താണെന്ന് ഞാൻ പറയാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചാനലിലേക്ക് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉദ്ഘാടനത്തിന് വിളമ്പാൻ പറ്റിയ നല്ല ചൂടുള്ള ഹണി റോസാണ്. അപ്പോൾ ഈ ഹണി റോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ചേരൂരാണ് പറയാൻ പോകുന്നത്. അതായത് ടൊബീനോ 50 ഗ്രാം, അത് കുറച്ച് ജലജ ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ടൊബീനോ, കുറച്ച് ആനത്തോടുള്ള അലൻസിയർ, പിന്നെ കുറച്ച്, അതായത് ഈ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് മാത്രം തഴച്ചു വളരുന്ന ചുവന്നു കൊടുത്ത ഭീമൻ രഘു നിന്ന വിപ്പി പറിച്ചോട്ട് വന്നത്. അധികം വിടരുത്, ഇട്ടാൽ അത് കഴിക്കാൻ കൊള്ളുകയില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി വരുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് കുഷ്ബോ എന്നൊരു ശബ്ദം കേൾക്കാം.
അപ്പൊ നല്ല സ്നേഹ വാസന ഉണ്ടാകും. ഇപ്പൊ ഹണി റോസ് റെഡി. ഇത് ചൂടായിട്ട് ഉദ്ഘാടനത്തിന് വിളമ്പാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക. അമർത്തിയാൽ മതി എനിക്ക് പൊട്ടി കണ്ട. ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ ചെയ്യാത്തതിൻ്റെ ചില ഒരു പ്രാക്ടീസ് ഓർമ്മ ഉണ്ടാവും. സദയം ക്ഷമിക്കുക കേട്ടോ. താങ്ക് യു. Thank you so much, Asirika. All right, നമുക്ക് നമ്മുടെ producer ഒന്ന് വിളിക്കണ്ടേ? Arun, please, first of all, congratulations on this movie. If I'm not wrong, Arun's മൂന്നാമത്തെ സിനിമയല്ലേ that you produced ഈ ഷോ and ചാവേർ കഴിഞ്ഞതിന് ശേഷം. So Arun, തലവൻ സിനിമയെ കുറിച്ച് and for our crowd, please. ധൈര്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം സിനിമ വലിയൊരു വിജയമാക്കണമെന്നുള്ള നന്ദി ആദ്യം തന്നെ പറയുന്നു. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവരോട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം സിനിമ കാണാനുള്ളവർ തിയേറ്ററിൽ പോയി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കാൻ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. ഇത്രയും ഈ തിരക്കിനിടയ്ക്ക് നിങ്ങളുടെ വരാനും നമ്മളൊക്കെ ഈ ഒരു സമയം ചെലവഴിക്കാൻ കാണിച്ചതിനുള്ള നന്ദി നിങ്ങളോട് പറയുകയും താങ്ക് യു സോ മച്ച് രാജ. താങ്ക് യു സോ മച്ച്. Thank you so much. Now ഇനി നമ്മൾ Aditi, you would like to say something? No? ഈ ഒരു She should just come and say something. I know, a big round of applause for Aditi, please. Yeah? Thank you all for coming and taking your time to come here and see all of us. Thank a you. big thanks to the crew also. Thank you so much. ഇനി വൈകിപ്പിക്കുന്നില്ല. I know you guys have been waiting for none other than Asif. The stage is all yours, Asif. ഹലോ, ഹായ്, ഷാർജ. കണ്ടോ, തലവൻ കണ്ടോ? ഈ വീക്കെൻഡില് എനിക്കറിയാം ഒരുപാട് പ്ലാൻസ് വേറെ ഉണ്ടാവും. പക്ഷെ ഇനി സമയം കിട്ടുമ്പോൾ തലവൻ പോയി കാണണം. നാട്ടില് ഞങ്ങള് ചൂടിനെയും വെയിലിനെയും മഴയും ഒക്കെ അതിജീവിച്ച് വളരെ വലിയൊരു വിജയം കൈവരിച്ച ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് ആ സിനിമ തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും പോയി കാണണം. കാണോ? പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ? Asif, actually, just joy ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്. സോ ഇതൊരു സക്സസ് ഫോർമുല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമല്ലോ അല്ലേ? ഉറപ്പായിട്ടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ജെസ്. ജെസിന്റെ കൂടെ 5ാമത്തെ സിനിമയാണ്. 5 സിനിമകളും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പൊ അതിന്റെ കൂടെ വരുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഈ പടത്തിനുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ജാഫർഖാനെ പോലെ നിങ്ങളോട് എല്ലാവരോടും അന്വേഷണം പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഒരാളാണ് ബിജു മേനോൻ. ബിജു മേനോൻ ഒരു വലിയ കൈവടി കൈയടി. ഈ സിനിമയ്ക്കകത്ത് ആസിഫ് ഈ സിനിമയെ കുറിച്ച് പറയുന്നു. അതായത് ബിജുനായിട്ട് അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് എന്തോ പറഞ്ഞിരുന്നല്ലോ. ബിജു മേനോൻ പോലീസ് യൂണിഫോമിൽ വരുമ്പോ നെറ്റിപ്പട്ട കെട്ടിയ ഒരു ആനയെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? ഭയങ്കര ഭംഗിയാണ് ബിജു മേനോൻ പോലീസ് വേഷത്തിൽ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ട എല്ലാവരും പറഞ്ഞ നന്നായിട്ടുണ്ടായിരുന്നു. Thank you so much, Asif. So ഇനി നമുക്ക് കുറച്ച് ഒരു ഒഫീഷ്യൽ പരിപാടിയിലേക്ക് ഒന്ന് കയറാം. അതിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മള് ഹിറ്റ് ഫാമില് ഇപ്പൊ I don't know if I introduce myself. എന്റെ പേര് മായ. This is Donna. ഇത് നമ്മുടെ കൂട്ടത്തിൽ there is Arfaz as well. Arfaz, can we have you on stage? So Arfaz is a presenter of the Big Breakfast Club. രാവിലത്തെ ഷോ ഹോസ്റ്റിംഗ് ആണ് Arfaz. Mid morning and രാത്രിത്തെ ഷോ ഹോസ്റ്റിംഗ് presenter ആണ്. Okay. ഇവിടെ വന്നിരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ ഹമീദ് ജ്വല്ലറി നൽകുന്ന ഒരു ഓണറിംഗ് ഉണ്ട്. അത് നമ്മളിപ്പോ ഈ ഒരു വേദിയിൽ വെച്ച് ചെയ്യാൻ പോവാണ്. സോ can we have the owners of Hamid Jewelry, Mr. Unes Hamid and Shaukat Hamid. ഇവരുടെ ഒരു ലോഗോ ലോഞ്ചും കൂടി നടക്കുകയാണ്. Can we have Mr. Unes Hamid and Shaukat Hamid, please? Ladies and gentlemen, please give it up for Hamid Jewelry. നമ്മുടെ ലോഗോ ലോഞ്ചിന്റെ
ഹമീദ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞെടുക്കുന്ന ആവശ്യമില്ല. ആലപ്പുഴയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. അപ്പൊ ആ ജ്വല്ലറി ഇപ്പം UAE എത്തിയിട്ടുണ്ട്. ഷാർജയിലുള്ള സഫാരി മോളിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ യു കൻ ആക്ച്വലി ഗോ ദർ ആൻഡ് മേക്ക് ഷോപ്പിംഗ് ദർ. ആൻഡ് മാത്രമല്ല ഈ ലോക പ്രദർശനം ഇവിടെ ഈ ഒരു ടീം തലവന്റെ കൂടെ തന്നെ ചെയ്യണമെന്നായിരുന്നു എല്ലാവരും ആഗ്രഹം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ആൻഡ് നമ്മള് മിയ ആൻഡ് അനുശ്രീ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഹമീദ് ജ്വല്ലറിയുടെ വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. സോ സ്വർണം സ്ത്രീകളിലേക്ക് തന്നെ കൊടുത്ത് തുടങ്ങണം എന്നാണ് ഇവർക്ക് ആഗ്രഹം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ UAE വരുമ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മൊത്തം ഡയമണ്ട്സിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഹമീദ് ജ്വല്ലറി റെപ്രസെന്റ് ചെയ്ത് Ladies and gentlemen, and at last, can you please do the honors? Center stage, please. Center stage like it bukulu. Center stage like it bukulu. Center stage. Ladies and gentlemen, please give them a big round of applause. All right, thank you so much. സക്സസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ മധുരം വിളമ്പുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. സോ can we have the ഒരു ടേബിൾ എന്തെങ്കിലും വേണമല്ലോ? നസീർക്ക് എടുത്ത് ആക്ച്വലി നമ്മൾ സിനിമയെ കുറിച്ചൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ എല്ലാവരും പെർഫോമൻസിലാണ്. ഞാൻ പറയാം, അതായത് ഈ സിനിമ നസീറുടെ ലൈഫിൽ ചെയ്തിരിക്കുന്ന ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് ആക്ച്വലി സിനിമയിൽ. ഈ സിനിമ കണ്ട ആൾക്കാർക്ക് എന്താ അറിയാം, നമുക്ക് ചില ക്യാരക്ടേഴ്സിനെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു മറുവശം എന്ന് പറയുന്നത് നസീർക്ക് ആക്ച്വലി നമുക്ക് മിമിക്രി ചെയ്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ നസീർക്ക് ചെയ്തിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സും ഭയങ്കര സീരിയസ് ആണ്. അതാണ് സംഭവം. നസീർക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയൂ. ഈ ക്യാരക്ടറെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്താ പറയാ, എനിക്ക് എന്നെപ്പോലെയുള്ള കലാകാരന്മാർക്ക് വളരെ അപൂർവമായി കിട്ടുന്ന ചില കഥാപാത്രങ്ങളാണത്. അതെനിക്ക് തന്ന ജിസ് ജോയിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഷാരൻ നാരായണനും എല്ലാവർക്കും, അപ്പം ബിജുവിനും ആസിഫിനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം കേട്ടോ. കാണാത്തവർ കാണണം. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ഗംഭീര പടമാണ്. സാധാരണ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് മൊബൈലിൽ നോക്കിയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെയൊക്കെ നോക്കാനായിട്ട് ഒരു ടൈം ഉണ്ടാവും. പക്ഷേ ഈ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് വരെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. അത്രയധികം നിങ്ങളെ എന്താ പറയുക എന്റർടൈൻ ചെയ്ത് എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വളരെ മനോഹരമായ ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നാണ് 100%. അതേ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് മാറാൻ പറ്റില്ല. അത് മാത്രമല്ല, ചില പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ചില പോലീസുകാരെ കാണാൻ പറ്റും. ചില പോലീസുകാരുണ്ടല്ലോ നമുക്ക് ആർക്കും അത്ര പിടിക്കാത്ത പോലീസുകാർ. ആ വാക്ക് ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അടിപൊളിയായിട്ട് ചില സീൻസിലൊക്കെ നസീറുടെ എക്സ്പ്രഷൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം. Can we have Asif once more on the stage? Okay, so Team Talavan, can we have everyone for the success celebration here for the cake cutting? ഈ സക്സസ് സെലിബ്രേഷൻ നിങ്ങളുടെ ഈ ഒരു ടീമിന് ഒരു തുടക്കമാകട്ടെ. I hope you find a lot more reasons to come here, celebrate more and more of your movies. Congratulations! Whoa! We are celebrating the movie Talavan right here. I'm sure ഈ സിനിമ എന്തായാലും ഒരു സൂപ്പർ ഡൂപ്പറായി സിനിമ കാണുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഈ സിനിമ. ഈ വരുന്ന വീക്കെൻഡുകളൊക്കെ തന്നെ തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ സിനിമ തിയേറ്ററിൽ കാണാം. Cuties International presents Talavan, brought to you by Hami Jewelry, associated by Emirates First, supported by Global Private Media Hub, venue partner Safari Mall, radio partner Hit 96.7 FM, digital media partner Movie World, media partner FMP, AV partner Blue Lion, overseas partner Cars Film, hospitality partner IPS, and event by She Company. Alright, നമുക്കിനി മൊമെന്റോ സെലിബ്രേഷനിലേക്ക് പോയാലോ? Yes. Okay, so മൊമെന്റോ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ റെപ്രസെന്റ് ചെയ്യുന്ന Mr. Daniel. Can we have Mr. Daniel here on stage? Mr. Danielന് ഈ മൊമെന്റോ കൊടുക്കുന്നത് സംവിധായകനായ ജിസ് ജോയ് ആണ്. Shiva, can we have the memento, please? Okay, അടുത്തതായിട്ട് ഹമീദ് ജ്വല്ലറി റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഹമീദ് ജ്വല്ലറിയുടെ രണ്ട് ഓണേഴ്സ് Mr. Shaukat Hamid, Une
നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അത് മാത്രമല്ല സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനം ജവാർക്കാണ്. ഇതിലൊരു കൈ ഞാനും കൂടെ പിടിച്ചോട്ടെ. എനിക്ക് ഗോൾഡൻ വിസ തന്നത് അതെ, എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ജവാദിന്റെ സ്ഥാപനമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജമാക്ക. ഓൾറൈറ്റ്, ഇനി അടുത്തതായിട്ട് നമ്മള് ഇന്നിവിടെ നിൽക്കുന്ന ഈ വെന്യൂ is always open to us. എപ്പോൾ ചോദിച്ചാലും we are always ready. I want to welcome Safari Mall representative onto the stage. Safari Mall represent ചെയ്യുന്ന വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചിരിക്കുന്നു. And Anushree, can you please do the honors? അനുശ്രീ തന്നെ കൊടുക്കണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി, അതുകൊണ്ട് താങ്ക് യു. Okay, so അടുത്ത നമ്മുടെ media partner FMP. Can we have the representative for FMP? And FMP ടീമിന് കൊടുക്കാനായി Mia, please would you do the honors? Thank you team. അടുത്തതായിട്ട് digital media partner Movie World നെ represent ചെയ്യുന്ന Irshad. Mr. Irshad, are you here? Mr. Irshad? Oh no, okay, there you are. Alright, so Irshad നമുക്ക് മൊമെന്റ് കൊടുക്കാനായിട്ട് I would love to call Regis Mode. Please, if you could do the honors. അടുത്തതായിട്ട് നമ്മൾ ആക്ച്വലി ജിസേട്ടൻ്റെ അധികം സംസാരിച്ചില്ല. ആക്ച്വലി കൂടുതലൊന്നും പറയാനില്ല ശാസ്ത്രക്കാരോടൊന്നും. അങ്ങനെ pressure ഇടിപ്പിക്കല്ലേ പറയാം. അല്ലു അർജുന്റെ ശബ്ദം കേൾക്കണോ നിങ്ങൾ? അല്ലു അർജുൻ. നമസ്കാരം. അല്ലേ, അല്ലു അർജുന്റെ സ്വരം ഇതൊക്കെ തന്നെയല്ലേ? അല്ലേ? ആണോ? നമ്മൾ മലയാളികൾക്ക് അറിയാത്ത അല്ലു അർജുൻ ഇങ്ങനെയാണ്. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ. അപ്പോ അസി പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഒരു ഞായറാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനും കാണിച്ച സന്മനസ്സിന് വലിയ നന്ദി. അതേ സന്മനസ് ഞങ്ങളുടെ തലവൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ആ സിനിമയെ വിജയിപ്പിക്കാനും കൂടി ഉണ്ടാവണമെന്ന് ഹൃദയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. Thank you so much. All the best. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത പാർട്സിന്റെ മിസ്റ്റർ പ്രദീപ് ഇവിടെയുണ്ടോ? Pradeep, please onto the stage. പ്രദീപിന് മൊമെന്റ് കൊടുക്കാനായിട്ട് അരുൺ, if you please would you do the honors? And also Global Drive and representative, can we have you on stage please? Mia, if you could do the honors please. And finally, Global Media Hub, Mr. Suresh. And Nazir Kaula, ഈ ഒരു മൊമെന്റ് കൊടുക്കാമോ? Thank you so much. മായ, ഇനി റേഡിയോ പാർട്ട്ണറെ വിളിക്കണേ. റേഡിയോ പാർട്ട്ണറെ വിളിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് അതെ, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു മൊമെന്റ് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് നൈസ്. നമ്മളെ 20 years of radio complete ചെയ്യാണ് ഈ മാസം. അപ്പോ എക്സാക്ട്ലി 20th ബർത്ത്ഡേ ആണ് ജൂൺ 9 Happy birthday, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ AV പാർട്ണർ ബ്ലൂ ലയൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫ് ഇവിടെ ഉണ്ടെങ്കിൽ can we have Okay, and finally പെട്ടെന്ന് തന്നെ നമുക്ക് ഷീ കമ്പനിയിലെ ഷിബിൻ ആൻഡ് ഷീബ, can we have you here on together? ഈ പരിപാടി ഇത്ര ഭംഗിയായി ഇവിടെ കൊണ്ടുവന്നെത്തിച്ച ഷീ കമ്പനിയുടെ രണ്ടാളുകളാണ് ഈ കാണുന്നത്. വലിയ കൈയ്യടി. and Shibin. Alright? So, ladies and gentlemen, with that, നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ കേക്ക് കട്ടിംഗ് ചെയ്തു, മൊമെന്റോസ് കൊടുത്തു. So, once again, ഈ ഒരു ക്രൂവിന് പറയാനുള്ളത് എന്താണെന്ന് കൂടെ കേൾക്കാം. They have come here to celebrate their success with you guys. ഇനിയും ഒരുപാട് സിനിമകൾക്ക് വേണ്ടി അവരുടെ വരണം. അതിനുവേണ്ടി let's give them a big round of applause, please. ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയും നല്ല
നല്ലൊരു ദിവസം ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദിവസം മാറ്റിവെച്ച് എല്ലാവർക്കും ടീം തലവന്റെ വക ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും സിനിമ കാണാത്തവര് സിനിമ പോയി കാണൂലേ? തീർച്ചയായിട്ടും പോയി കാണുമായിരിക്കും. താങ്ക് യു. Alright. ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഇത്രയും നേരം ചെലവഴിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അടുത്ത സിനിമയുടെ വിജയമായിട്ട് വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും. അതെ. വണക്കം. Thank you. This is Asif Ali signing off. Thank you so much. Asif is always a very very sport. ഏത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും he always go to the crowd. ഒരു മണിയില്ലാതെ മറ്റേ സ്റ്റാർസ് നമ്മൾ കാണാത്ത ഒരു ക്വാളിറ്റി ആസിഫ് കാണാറുണ്ട്. So once again, thank you so much, Asif. Thank you so much. Thank you